ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ എല്ലാവരും അമ്പലത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അവർക്ക് ഉറപ്പായി എന്തായാലും സുനന്ദ വരാൻ പോകുന്നില്ല എന്നുള്ളത്. അങ്ങനെ തിരുമേനി വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കല്യാണം നടക്കില്ല, നിങ്ങൾ പോയിക്കോളൂ എന്നൊക്കെ. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുകയാണ്. കാരണം നിധിയാണല്ലോ ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങി സുഭാഷ് ചേട്ടനെ കൊണ്ടുവന്നത്. അവളാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അവൾ സുഭാഷ് ചേട്ടനോട് തൊഴുതൊക്കെ പറയുന്നുണ്ട്, സോറി സുഭാഷ് ചേട്ടൻ, എൻ്റെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇല്ല മോളെ, നീ ഇങ്ങനെ കരയില്ല, അത് അങ്ങനെ സംഭവിച്ചു, അത് പോട്ടെ, അത് സാരില്ല, നീ വിഷമിക്കല്ലേ, നീ വിഷമിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്, പോട്ടെ നിധി, സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ചേട്ടൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുനന്ദേനെയാണ് കേട്ടോ. സുനന്ദേനെ അവളുടെ അമ്മ കൂട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ ഈ കാര്യമൊന്നും ഒരിക്കലും അച്ഛനെ അറിയിക്കരുത് കേട്ടോ, അച്ഛനൊന്നും സഹിക്കാൻ കഴിയില്ല, അതൊക്കെ പറഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരയാണ് അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട്. അവളുടെ ഇടയ്ക്ക് സമയമൊക്കെ നോക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അമ്മ എന്തായാലും മരിക്കുന്നു പറഞ്ഞ് നിൽക്കുകയല്ലേ. അപ്പോൾ പിന്നെ സുഭാഷേട്ടൻ്റെ കൂടെ അവൾക്ക് പോകാൻ പറ്റില്ലല്ലോ, അവളാകെ തകർന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ കൂട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലം അടയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ അടയ്ക്കാൻ പോകുന്ന സമയത്ത് തിരുമേനി പൂജിച്ച താലി അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സുഭാഷേട്ടൻ അത് പോയി മേടിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. ഈ രംഗമൊന്നും അവൾ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിച്ചതല്ലല്ലോ. അങ്ങനെ അവൾ പറയുന്നുണ്ട്, സുഭാഷേട്ട സോറി, അവൾ എന്തായാലും വരുന്നതിനെ ഞാൻ വിചാരിച്ചത്, അവൾ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധി വീണ്ടും ഓരോന്ന് പറഞ്ഞ് കരയാണ്. അങ്ങനെ സുഭാഷേട്ടൻ ആ താലി കയ്യിൽ വാങ്ങുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക ഭാവത്തോട് കൂടിയാണ് കേട്ടോ. കാരണം ആരോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളിൽ സുനന്ദനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെ സ്വന്തമാക്കാൻ പറ്റാമെന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ലേ. പക്ഷെ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ട് ആ ചില്ലുകൊട്ടാരം പെട്ടെന്ന് ഇടിഞ്ഞു വീഴുന്നൊരവസ്ഥയാണല്ലോ. അത് ഫേസിൽ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ താലി കുറച്ച് നേരം നോക്കുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നൈറ്റിൽ നിധി ഇങ്ങനെ ഓരോ ഓരത്തിരുന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നതാണ് കേട്ടോ. സുഭാഷ് ആണെങ്കിൽ അന്നും വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ സുഭാഷ് ചേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ സുഭാഷ് ചേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്താടാ നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്, ഞാനൊന്ന് കുളിക്കട്ടെ, ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നാച്ചുറലായിട്ട് നിൽക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ സോറി എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും കരയാണ് കേട്ടോ. കൈയൊക്കെ കൂപ്പിയിട്ടാണ് കരയുന്നത്. അപ്പോൾ സുഭാഷ് പറയുന്നത്, എന്താ മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, അത് കഴിഞ്ഞില്ലേ, ഞാൻ കുറേ നാളായി അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ അതിന് സാധിച്ചില്ല, അതുകൊണ്ട് ഈ കാര്യം കൊണ്ട് പോയല്ലോ, അത് മതി, ആ കണ്ണൊന്ന് തുടക്കി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കരുതുന്ന പോലെ അതവിടെ കഴിഞ്ഞു, എന്തിനാ വെറുതെ അതൊക്കെ ആലോചിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് സുധീഷ് വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, താനൊന്ന് പുറത്തേക്ക് വാ, അപ്പോൾ നിനക്ക് ഒരു ശുദ്ധവായു കിട്ടുമ്പം മൈൻഡ് ഓക്കെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾ വരാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ സുഭാഷ് പറയുന്നുണ്ട്, മോളെ ഒന്ന് പോയിട്ട് വാ, നീ വെറുതെ ഇങ്ങനെ വിഷമിക്കില്ല. അങ്ങനെ അവൾ സുധീഷിൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, അതായത് മുറ്റത്തേക്ക്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, അത് കഴിഞ്ഞില്ലേ, ഞങ്ങൾക്കറിയായിരുന്നു സുനന്ദ അങ്ങനെ ചെയ്യുള്ളൂ എന്ന്, അവൾക്ക് ധൈര്യമില്ല, അത് ഓൾറെഡി പറഞ്ഞതല്ലേ, പോട്ടെ, എന്തായാലും ഇപ്പോൾ അത് കഴിഞ്ഞില്ല നിധി, എന്തിനാ വെറുതെ കരയുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ കാരണം അവൾ വരുന്നതന്നെ വിചാരിച്ചു, ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നതിന് ഒരിക്കലും വിചാരിച്ചില്ല, സുഭാഷേട്ടൻ നല്ലപോലെ ആവണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കാട്ടിലും നഷ്ടം എനിക്കാണ്, അതായത് സുഭാഷ് ചേട്ടനെക്കാളും നിന്നെക്കാളും നഷ്ടം എനിക്കാണ്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, അതെന്താ. അല്ല നിധി, താലി ഒപ്പിച്ചത് ഞാനല്ലേ, കടയിൽ ചെന്നപ്പം താലിക്ക് എന്താ പണിക്കൂലി അടക്കം 65,000 രൂപ, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പിടി കാശില്ല, ഞാൻ പിന്നെ എന്തൊക്കെയോ ഒപ്പിച്ചു, പിന്നെ എൻ്റെ ട്രാവൽസിൽ നിന്ന് പൈസ കുറച്ച് വരാൻ ഡിലേ ആയി, അതാണ് പ്രശ്നം പറ്റിയത്, അതും ഇടയിൽ കൂടെ തള്ളി വിടുകയാണ് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, പൈസയാണോ നിങ്ങൾക്ക് പ്രശ്നം, ഞാൻ തരാം. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന, അത് അന്നാ സ്വർണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ പൈസ ഉണ്ട്. അപ്പോൾ സുധീഷ് പറയും, എന്ത് പറഞ്ഞാലും നീ എന്തിനാ പൈസ തരാമെന്ന് പറയുന്നത്, അങ്ങനെ പറയലേ നിധി, ഞാൻ പറഞ്ഞത് എനിക്കും കൂടെ നഷ്ടം ഉണ്ടാണെന്നാണ്, അത് പോട്ടെ, അത് വിട്, അത് സാരമില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്നൊരു കാര്യം ചെയ്യാം, ആ താലി കളയണ്ടല്ലോ, അതായത് തിരിച്ചു കൊടുക്കണ്ടല്ലോ, നമുക്കത് സുഭാഷ് ചേട്ടൻ അടുത്ത കല്യാണത്തിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കാം, സുഭാഷ് ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ ഇതിനൊക്കെ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ, പാവല്ലേ സുഭാഷ് ചേട്ടൻ, അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് റിസപ്ഷനൊക്കെ എത്ര പൈസ വെച്ചിട്ട് നടത്തിയത്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല നിധി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് നഷ്ടമുണ്ട് എന്നുള്ളത്. അങ്ങനെ നിധി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം ഞാനൊരു ദിവസം ഇവിടുന്ന് ഇറങ്ങി പോവുമല്ലോ, അപ്പോൾ അതിന് മുന്നേ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയണം, അതാണ് എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ സുഭാഷ് ചേട്ടൻ ഒറ്റപ്പെട്ട് പോവില്ലേ, പിന്നെ അതുമല്ല ഇവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ചീത്തപ്പേര് വരും, അപ്പോൾ അതിന് മുന്നേ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് കയറി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കേട്ടപ്പോൾ സുധീഷിൻ്റെ മൂഡ് പറ്റ പോയിട്ടോ. അവൾ ഈ കാര്യം ഇറങ്ങി പോകുന്ന വർത്തമാനം പറഞ്ഞപ്പോൾ അവനാകെ വിഷമമായി. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്തിനാ നീ എപ്പോഴും ഈ കാര്യം തന്നെ പറയുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതിനെന്താ, എന്തായാലും ഞാൻ ഇറങ്ങി പോകാനുള്ളതല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ ഓക്കെ നീ പോയിക്കോ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അവൾ പറയാണ്, ഈ കല്യാണം ഞാൻ നടക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ എനിക്ക് പാളിപ്പോയി. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓക്കെ സുഭാഷ് ചേട്ടന് നല്ല വിഷമമായിട്ടുണ്ടാകും, സാരമില്ല, പക്ഷെ എൻ്റെ കാര്യം നോക്ക്, എൻ്റെ കല്യാണം ഇതുപോലെ തന്നെ അല്ലേ, നാട്ടുകാരെ മുന്നിൽ കല്യാണം നടത്തി, പക്ഷെ അത് ഫേക്ക് അല്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, രണ്ടും എൻ്റെ തെറ്റാ സുധീഷ്, ഞാനാണ് തെറ്റുകാരി നോക്കുക. അവളും സങ്കടത്തോടെ പറയാണ് കേട്ടോ. എന്നിട്ട് അവൾ വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എന്തായാലും സങ്കടപ്പെട്ടോ, ഒരു കുഴപ്പമില്ല, നീ അനിയത്തി ഏട്ടനും കൂടെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറഞ്ഞ് കരഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോൾ അവളത് എന്തെന്നുള്ളൊരു
രീതിക്ക് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അവളാ പറയുന്നത് അവന് തീരെ പറ്റുന്നില്ല, അവൾ ഇറങ്ങിപ്പോകുന്ന അവന് സഹിക്കാൻ പറ്റില്ലല്ലോ. അവൾ പിന്നെയും ആ കാര്യം എടുത്തിട്ടപ്പോൾ സുധീഷും എല്ലാം സ്കൂട്ടായതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഭാഗം കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്